നമസ്കാരം. ഈ പ്രണയിക്കുമ്പം ഇല്ലാത്ത പല പ്രശ്നങ്ങളും വിവാഹം കഴിഞ്ഞ് കഴിയുമ്പം ഉണ്ടാകുന്നതായിട്ട് കാണാം. എല്ലാവരും ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തി. കാരണം അയാൾക്കൊരു കുഴപ്പമൊന്നുമില്ല, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനാണ്, നല്ല ശമ്പളം മേടിക്കുന്ന മനുഷ്യനാണ്, നല്ല ജോലിയുള്ളൊരു മനുഷ്യനാണ്, കണ്ടു കഴിഞ്ഞാൽ നല്ല പേഴ്സണാലിറ്റിയാണ്, അയാളുടെ സംസാരിച്ചാലും നല്ല സംസാരമുള്ള മനുഷ്യനാണ്. ഇയാളെപ്പറ്റി നീ വെറുതെ തെറ്റിദ്ധാരണകൾ പറയുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ മനുഷ്യനോട് ചോദിക്കുന്നവരെല്ലാവരും പറയും ആൾ ശരിയല്ല, അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, ഞാനത് കണ്ടുപിടിച്ചുകൊണ്ടാണ് അവളങ്ങനെ പോയെന്നൊക്കെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യും. അതിനകത്ത് വന്ന സംഭവമാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും കരുതിയത് ഈ സ്ത്രീക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്, അപ്പോൾ ഈ സ്ത്രീയാണ് കാരണക്കാരി എന്ന് കരുതി മുന്നോട്ട് പോയ സമയത്ത് ഇയാൾ വേറെ വിവാഹം കഴിച്ചു. ഈ സ്ത്രീ വേറെ വിവാഹം കഴിച്ചില്ല. ഇവർ നോർമലി അവിടെ തന്നെ ആ വിദേശ രാജ്യത്ത് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോകുമായിരുന്നു. എന്നാൽ ഈ വിവാഹം കഴിച്ച പെൺകുട്ടി ഒരു 3 മാസത്തിനിടയിൽ പോലീസിൽ പോയി പറഞ്ഞു, ഇയാൾ ഭയങ്കര ദേഹോപദ്രവമാണ്, അല്ലെങ്കിൽ എന്നെ ശാരീരികമായി വളരെയധികം ശാരീരികവും മാനസികമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ഇയാൾക്കൊരു എന്താ പറയുക, ഒരു വേറെ മൾട്ടിപ്പിൾ പേഴ്സണൽ ഡിസോർഡർ എന്നൊക്കെ ഇതിൽ ഇയാൾ പുറമേ കാണുന്നൊരു വ്യക്തിയല്ല. വീട്ടിനകത്ത് വന്ന് ഞങ്ങൾ തന്നെ ഉള്ളപ്പോൾ എന്നെ വളരെയധികം ഉപദ്രവിക്കുകയും എനിക്ക് ചിലപ്പോൾ ജീവൻ തന്നെ പോകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി കേസ് കൊടുത്ത് അവരുടെ ഡിവോഴ്സ് പെട്ടെന്ന് തന്നെ എന്താ പറയുക നേടിയെടുക്കാൻ പറ്റി. ആ സമയത്താണ് ഈ ഈ പെൺകുട്ടി പറഞ്ഞു, ഇവിടെ പെൺകുട്ടിയുടെ അടുത്ത ഫ്രണ്ട്സ് പോലും ഇവിടെ ഒരു റിയലൈസ് ചെയ്ത് ഇവിടെ ഭാഗത്തല്ല തെറ്റ് എന്ന് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. കാരണം ഇത് ആദ്യമേ തുടങ്ങിയ സമയത്ത് ഇവളിത് മനസ്സിലാക്കേണ്ടായിരുന്നു. പ്രേമിച്ച് വീട്ടുകാരുടെ എതിർപ്പെല്ലാം നേടിയെടുത്ത് പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് കരുതി പോയതാണ് ആ പെൺകുട്ടി കാണിച്ച തെറ്റ്. ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ പല കുടുംബജീവിതത്തിലെയും പ്രശ്നം അവിടെയാണ്. നമ്മൾ ചിലപ്പം വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ആ വിവാഹ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പം ഒത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം പേരൻസിൻ്റെ സമ്മതം ഇല്ലാതെ ആയിരിക്കും വന്ന് നമ്മൾ കയറുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ മറ്റുള്ളവരെല്ലാം എന്തെങ്കിലും കുറ്റം പറയുമല്ലോ അല്ലെങ്കിൽ നാണക്കേടാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. വളരെ തെറ്റാണ്. നമ്മൾക്ക് പറ്റുന്നില്ല എന്നൊരു പോയിൻ്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പോയിൻ്റ് വെച്ച് നമ്മൾ നിർത്തിക്കണം. ഒരു പക്ഷേ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കരിയറും പോകും, നമ്മുടെ ലൈഫും ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും. ചില ഭ്രാന്തന്മാരൊക്കെ ചിലപ്പം കാണിച്ചു കൂട്ടും, ചിലപ്പം പറയാൻ പറ്റത്തില്ല. അവർക്ക് ആ ഇന്നത്തെ കാലത്തൊക്കെ എന്താ പറയുക ഡ്രഗ്സും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നവർ കാണും, അല്ലെ ഇതൊന്നും എടുക്കാതെ തന്നെ മാനസികമായ സമനില എത്തിയ ആൾക്കാർ കാണും. ഞാൻ പറഞ്ഞ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുമായിട്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഒരു ദിവസം മുമ്പ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. താങ്ക് യു.